ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. UGC നെറ്റിലെ റീസണിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. UGC നെറ്റ് ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറിയല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് കയറണമെങ്കിലോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണമെങ്കിലോ UGC നെറ്റ് മസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പം ഇനി വരുന്ന ഡിസംബറിലേക്ക് നടക്കാൻ പോകുന്ന എക്സാമിന്റെ പഠനങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാം. ഓക്കെ, അപ്പൊ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള റീസണിങ്ങിലെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ബേസിക് അരിത്തമെറ്റിക് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ റീസണിങ്ങിൽ വരുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിന്റെ മോഡൽസും ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് എ and walks 30 meter in north direction and then 20 meter towards west and reaches a point B. Thereafter he takes a southward turn and walks 10 meter to point C. After that he turns eastward and covers 15 meter to reach point D. Finally, turning to his right, he walks 20 meter. Find the distance from his starting point to the end point. ഇത് നമ്മുടെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് വരുന്നേ അല്ലെ. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യമേ ആ ഒരു ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്താൽ വളരെ എളുപ്പമാണ്. നോക്കിയേ, നമുക്കറിയാം NESW അല്ലെ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. ഇത് നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ കൂടുതലും കാണുന്നതിനകത്തൊക്കെ ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇതൊക്കെ പറയുന്നുള്ളൂ. അതേപോലെ തന്നെ കണ്ട ഒരു റൈറ്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പം ഇവിടുന്ന് നിങ്ങൾ ജസ്റ്റ് ഇതിനകത്ത് തന്നെ ഒന്ന് ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോർത്തിലോട്ട് പോകുന്നു, അപ്പൊ എന്താ, ഇത് ലെഫ്റ്റ്, ഇവിടെ റൈറ്റ്. ഇനി ഈസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇവിടെ വരുമ്പം ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇവിടെ ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് നോക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ പേഴ്സൺ സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് എ ആൻഡ് വാക്സ് 30 മീറ്റർ നോർത്ത്. എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നോർത്തിലേക്ക് അല്ലെ, മേളിലോട്ട് നോർത്തിലേക്ക് 30 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, ദെൻ 20 മീറ്റർ ടുവേർഡ്സ് വെസ്റ്റ് അല്ലെ, ഇവിടെ നിന്ന് വെസ്റ്റിലേക്ക് 20 മീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, ഇവിടെ നിൽക്കുക. ആൻഡ് റീച്ചസ് എ പോയിന്റ് ബി. ഓക്കെ, thereafter he takes a southward turn. ഇവിടെ നിൽക്കുമ്പം എങ്ങനെ, ഇവിടെ നിന്നിട്ട് southward turn, താഴോട്ട് സൗത്തിലോട്ട് പോയി. എത്ര പോയത്? ആൻഡ് walks 10 മീറ്റർ. ഇത് 30 ആണ്, അപ്പൊ 10 എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഇവിടം വരെ എടുക്കാം അല്ലെ. 10 മീറ്റർ എടുത്തു. ക്ലിയർ ആണോ? അപ്പൊ ബാക്കി 20 ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം. ടു ദ പോയിന്റ് സി. ഓക്കെ, പോയിന്റ് സിയിലെത്തി. ആഫ്റ്റർ ദാറ്റ് ഹി ടേൺസ് ഈസ്റ്റ്വേർഡ് ആൻഡ് കവർ 15 മീറ്റർ അല്ലെ. ഇവിടുന്ന് ഈസ്റ്റിലോട്ട് അങ്ങോട്ട് 15. ദാണ്ട് ഇത് ഇത്രയും 20. അപ്പൊ 15 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടം വരെ. ബാക്കി ഒരു 5 ഇവിടെ കിടപ്പുണ്ട്, ശ്രദ്ധിച്ചോണം. 15 മീറ്റർ ഈസ്റ്റിലോട്ട് പോയി. ഫൈനലി ടേണിംഗ് ടു ഹിസ് റൈറ്റ് അല്ലെ. ഇപ്പൊ എങ്ങോട്ട് നിൽക്കുക? ഈസ്റ്റിലേക്ക് നിൽക്കുക. റൈറ്റ് എന്ന് പറഞ്ഞാൽ താഴോട്ട് അല്ലെ. സോ താഴോട്ട് ടേണിംഗ് ടു റൈറ്റ് ഹി വാക്സ് 20 മീറ്റർ. 20 മീറ്റർ പോണം അല്ലെ. നോക്കിയേ, ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര? 10. ഇത് മൊത്തത്തിൽ 30. അപ്പൊ ബാക്കിയുള്ളത് 20. അപ്പൊ പോയാൽ ദാണ്ട് ഇവിടെ വന്നിരിക്കും, ഈ എയുടെ ഈ ഒരറ്റത്ത് തന്നെ അല്ലെ. ഇതാണ് 20 മീറ്റർ പോയി. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡ് പോയിന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ എൻഡ് പോയിന്റ് അല്ലെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് എത്ര ഡിസ്റ്റൻസ് നോക്കി, ഇത് 15, ഇത് ടോട്ടൽ 20. സോ എത്രയും വരും ഇത്? 5 മീറ്റർ. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ഓപ്ഷൻ വന്നത്? ഓപ്ഷൻ ബി, 5 മീറ്റർ. ഓക്കെ ആണോ? അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം നോക്കി അങ്ങ് ചെയ്യാം. ഇനി അവിടെ നിന്ന് ഈസ്റ്റ് അങ്ങോട്ട് ഇങ്ങനെ ആലോചിക്കാതെ നമുക്ക് വേഗം ഇത് ആദ്യം അങ്ങ് വരച്ചു വെക്കുക, ദെൻ ഇതേപോലെ ചെയ്യുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: P and Q are brothers. R and S are sisters. Son of P is brother of S. Q is related to R as. ഇതേതാ? ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ആദ്യം നിങ്ങൾ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതിന് മുന്നേ, പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ഇവരെയൊക്കെ എന്താണ് വരയ്ക്കാൻ, റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു വേ പഠിച്ചു വെച്ചേക്കാം. ഇപ്പൊ ഞാൻ ഒരെണ്ണം പറയാം, നിങ്ങൾ നേരത്തെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും എങ്ങനെ നമ്മൾ വേർതിരിച്ച് എഴുതണം, ബ്രദേഴ്സിനെ എങ്ങനെ എഴുതണം, ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എങ്ങനെ എഴുതണം, അങ്ങനെ ഒരു സിമ്പൽ വെച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു രീതിയിൽ അത് പറഞ്ഞുതരാം. ഒന്നിൽ അത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മനസ്സിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ നിൽക്കണ്ട. അപ്പൊ നോക്കിയേ,
ഹസ്ബൻഡിനെയും വൈഫിനെയും ഇതാ ഞാൻ കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്യും. അതായത് രണ്ടുപേരും എയും ബിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എ കോമ ബി എന്നിടും അല്ലെ. അങ്ങനെ നോട്ട് ചെയ്യുക. എ ബി, കോമ വേണ്ട, ഒരു മിനിറ്റ് നോക്ക്, ഹസ്ബൻഡ് ഇങ്ങനെ ആരോ ഇട്ട്. അത് എങ്ങനെയാണോ ഇല്ലേ, കോമ ഇട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനത് സിബ്ലിങ്സിന് ഇടുന്നതുകൊണ്ട് ഞാനിതൊന്ന് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. ഹസ്ബൻഡ് വൈഫ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പൊ ഇത് മെയിലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് പ്ലസ് ഇട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് വട്ട് വിടുക. ക്ലിയർ ആണ്? എല്ലാ ക്വസ്റ്റ്യനിലും പറയത്തില്ല ഇപ്പം എ ആൻഡ് ബി ആർ ബ്രദേഴ്സ് അല്ലെങ്കിൽ എ ഈസ് ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി ഇപ്പൊ ആണാണോ പെണ്ണാണോ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല അല്ലെ. ബ്രദർ ആന്ന് പറഞ്ഞാൽ ആണാണോ നമുക്ക് ഉറപ്പിച്ച് പറയാം അല്ലെ. അപ്പൊ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മാത്രമേ ഇടാവുള്ളൂ. അപ്പൊ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. മെയിലിനെ ആണെങ്കിൽ ഞാൻ പ്ലസ്, ഫീമെയിലിനാണെങ്കിൽ ഞാൻ വട്ടുവിടും. ഓക്കെ, ഇനി മക്കളെ പറയുമ്പോൾ, അതായത് ഇവരുടെ മക്കളെ പറ്റി പറയുവാണെങ്കിൽ ഇതാ ഈ രണ്ടുപേരെ എഴുതിയിട്ട് ഇങ്ങനെ ഒരു വര ഇട്ടിട്ടായിരിക്കും ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. അതായത് ഇവരുടെ മക്കളാണ് എ ബി എന്ന് പറയുമ്പോൾ. ക്ലിയർ ആണോ? ഇനി സഹോദരങ്ങളാണെങ്കിൽ ദാണ്ടെ എ കോമ ബി. ക്ലിയർ ആണോ? എയും ബിയും ഈ ഹസ്ബൻഡിന്റെ വൈഫിന്റെ മക്കളാന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾ താഴോട്ടെന്നുള്ള രീതിയിൽ എഴുതി ദെൻ കോമ ഇട്ട് എഴുതും. ഓക്കെ, ഇനി എ ഈസ് ബ്രദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, എ ഒരു മെയിലാണ്, ബ്രദറാണ്. പക്ഷെ ബി നമുക്കത് സിസ്റ്റർ ആണെന്നോ ആണാണോ പെണ്ണാണോ നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്യരുത്, അത് പറയുന്നപ്പോൾ മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഇനി ഇവരുടെ ഒരു ഗ്രാൻഡ് പേരന്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിന്റെ മേളിലോട്ട് അല്ലെ, ഓരോ ഫാമിലിയായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ ജനറേഷനെ നമ്മളിങ്ങനെ ഓരോ റോയിൽ എന്നുള്ള രീതിയിൽ എഴുതുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ സിബ്ലിങ്സ് ആണെങ്കിൽ കോമേറ്റ് എഴുതുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, മെയിൽ ആണെങ്കിൽ പ്ലസ് ഇടുന്നു, ഫീമെയിൽ ആണെങ്കിൽ വട്ടുവിടുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തന്നെ ഒരു രീതി പഠിച്ചു വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുക, അത് റെപ്രസെന്റ് ചെയ്യുക. അത് ഓർമ്മ വേണം, എന്നാലേ നമ്മളിപ്പോ ഇങ്ങനെ എഴുതുമ്പോൾ ഇവര് സിസ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. പി ആൻഡ് ക്യൂ ആർ ബ്രദേഴ്സ് അല്ലെ. പിയും ക്യൂവും ബ്രദേഴ്സ് ആണ്. സോ ഇത് രണ്ടും പേരും മെയിൽ ആണെന്ന് നമുക്ക് ഉറപ്പാ, ഇവര് ബ്രദേഴ്സ് ആണെന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യും. ആർ ആൻഡ് എസ് ആർ സിസ്റ്റേഴ്സ്. അത് ഇപ്പൊ ഇവിടോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ അടുത്തോട്ട് എഴുതി വെച്ചോളൂ. ആർ ആൻഡ് എസ് ആർ സിസ്റ്റേഴ്സ്, അവര് സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് സൺ ഓഫ് പി ഈസ് ബ്രദർ ഓഫ് എസ്. അതായത് ബി എന്താണ്, സൺ ഓഫ് പി, പിയുടെ ഒരു സൺ ഉണ്ട്, അത് നമുക്ക് ആരാന്ന് അറിയത്തില്ല. ഈസ് ബ്രദർ ഓഫ് എസ്, എസിന്റെ ബ്രദർ ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ ഒരാളുണ്ട്, അത് നമുക്ക് അറിയത്തില്ല. എസിന്റെ ബ്രദർ ആണെന്ന് പറയുമ്പം ഈ എസും ആറും എല്ലാം സഹോദരങ്ങളല്ലേ. എസും ആറും ഓൾറെഡി എന്താ, സിസ്റ്റേഴ്സ് ആണ് അല്ലെ. എസിന്റെ ബ്രദർ ആണ് പിയുടെ സണ്ണ് എന്ന് വെച്ചാൽ പിയുടെ മക്കളാണ് ഈ എസും ആറും എല്ലാം എന്നല്ലേ അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? അപ്പൊ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് കണ്ടോ, ഇതിന്റെ താഴെ ഇവരെ എഴുതിയപ്പോഴത്തേക്ക് ഇവരുടെ മക്കളാണെന്നായി അത്. ഓക്കെ, ഇനി എന്താ, ക്യൂ ഈസ് റിലേറ്റഡ് ടു ആർ ആസ്. ക്യൂ ആറുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാ ചോദിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ക്യൂ ഈസ് റിലേറ്റഡ് ടു ആർ, ക്യൂവിന്റെ റിലേഷൻ ആണ് പറയേണ്ടത്. ക്യൂ ഈസ് റിലേറ്റഡ് ടു ആർ ആസ്. ആറിന്റെ ആരാണ് ക്യൂ? ആരാണ് ക്യൂ? അച്ഛന്റെ ബ്രദർ ആണ് അല്ലെ, അങ്കിൾ എന്ന് പറയാം അല്ലെ. ഓപ്ഷൻ സി, അങ്കിൾ. ക്ലിയർ ആണോ? ഇവരുടെ അച്ഛനാണ് പി വരുന്നത്, പിയുടെ ബ്രദർ ആണ് ക്യൂ വരുന്നത് അല്ലെ. സോ ആറിനെ വെച്ച് നോക്കുമ്പോ ആരാണ്? ക്ലിയർ ആണോ? ആരാണ്? അങ്കിൾ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി, അങ്കിൾ. ക്ലിയർ ആണോ? നെക്സ്റ്റ് അതേപോലെ തന്നെ ബ്ലഡ് റിലേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇ ഈസ് ദ സൺ ഓഫ് എ, ഡി ഈസ് ദ സൺ ഓഫ് ബി, ഇ ഈസ് മാരീഡ് ടു സി, സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി, ഹൗ ഡി ഈസ് റിലേറ്റഡ് ടു? ഒന്ന് എഴുതി നോക്കിയേ. ഇ ഈസ് സൺ ഓഫ് എ, അപ്പൊ എയുടെ സൺ ആണ് ഇ. ഓക്കെ, എ ആണാണോ പെണ്ണാണോ നമുക്ക് അറിയത്തില്ല, സൺ ഓഫ് ഇ ആണ് നമ്മൾ എഴുതി. സോ ഇ എന്ന് പറയുന്നത് ആണാണ് അല്ലെ. ഡി ഈസ് സൺ ഓഫ് ബി. ഓക്കെ, അത് നമുക്ക് എഴുതാം. അതിനുശേഷം എന്താ, ഡി എ പറ്റി പറഞ്ഞിട്ട് ഇ ഈസ് മാരീഡ് ടു സി അല്ലെ. അപ്പൊ ഇ ഈസ് മാരീഡ് ടു സി. അപ്പൊ സി എന്ന് പറയുന്നത് പെണ്ണാണെന്ന് ഉറപ്പല്ലേ. ഓക്കെ, സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി. ഓക്കെ, സി എന്ന് പറഞ്ഞത് ബിയുടെ ഡോട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബിയും ഡിയും കൂടെ പറഞ്ഞൊന്ന് എഴുതിയ. ഡി ഈസ് ദ സൺ ഓഫ് ബി, ബിയുടെ സൺ ആണ്. അപ്പൊ ഇത് ഒരു മോള് ഒരു മോനാണ് ഡി എന്ന് പറഞ്ഞത് അല്ലെ. ഇവര് സഹോദരങ്ങളാണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ആദ്യം നമ്മൾ എഴുതി ഇ സൺ ഓഫ് എ, അത് നമ്മൾ എഴുതി. പിന്നെ ഡി സൺ ഓഫ് ബി, അത് വേറെ എവിടെയെങ്കിലും നോട്ട് ചെയ്തോളുക. ബി എന്താണ്, ബിയുടെ സൺ ആണ് ഡി. ഓക്കെ, ദെൻ ഇ ഈസ് മാരീഡ് ടു സി. അപ്പൊ ഇയും സിയും തമ്മിൽ എഴുതാൻ പറ്റി. പിന്നെ പറഞ്ഞത് സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി, ബിയുടെ ഡോട്ടർ ആണ് സി എന്ന് എഴുതി. അതിനുശേഷം പറഞ്ഞ എന്താണ്, ഡി ഈസ് ദ സൺ ഓഫ് ബിയുടെ സണ്ണുമാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ഇത് മോള് ഇത് മോന്.
ഓക്കെ, ഇനി എന്താ ചോദിക്കുന്നത്, ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ഇ? അപ്പം പറയേണ്ടതാണ് ഡി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരാണോ റിലേഷൻ പറയേണ്ടത് ശ്രദ്ധിച്ചോണം, ഡിയുടെ റിലേഷൻ ആണ് പറയേണ്ടത്. ഇയെ വെച്ച് നോക്കുമ്പം ഡി ആരാണ് വൈഫിന്റെ ബ്രദർ ആണ് അല്ലെ, ദാറ്റ് ഈസ് ആരാ, ബ്രദർ ഇൻ ലോ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ബ്രദർ ഇൻ ലോ. ക്ലിയർ ആണോ? അത് ആ ഈ ഒരു റിലേഷൻ എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കി എഴുതിയ വളരെ എളുപ്പമാണ് ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, എ മാൻ ലുക്സ് അറ്റ് ദ ഫോട്ടോഗ്രാഫ് ഓഫ് എ പേഴ്സൺ എക്സ് and says she is the daughter of the husband of only daughter of the father of my brother-in-law. അല്ലെ, ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. അവസാനത്തീന്ന് ഒന്ന് പോയി നോക്കിയാൽ മതി, പറയുന്ന ആരാണ്, ആരെ പറ്റി പറയുന്നതൊക്കെ ഉള്ളതൊന്ന് മാർക്ക് ചെയ്ത് പോവുക. ഹൗ ഈസ് ദ പേഴ്സൺ എക്സ് റിലേറ്റഡ് ടു മാൻ? എക്സ് എന്ന് പറഞ്ഞാല് എന്താ, ആ ഫോട്ടോഗ്രാഫിലുള്ള ആളാണ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ, ഫോട്ടോഗ്രാഫിലുള്ള ആൾ എക്സ്. ആ എക്സിനെ പറ്റി ഒരു മാൻ ആണ് പറയുന്നത്. ഓക്കെ, അതായത് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് ഒൺലി ഡോട്ടർ ഓഫ് ഫാദർ ഓഫ് മൈ. മൈ എന്ന് പറയുമ്പോൾ ആ മാൻ ആണ് അല്ലെ, അപ്പൊ ശ്രദ്ധിച്ചോണം. അപ്പം മാൻ ഉണ്ട് ഇവിടെ, മാനിനെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്ന ആള് അതാണ് നമ്മുടെ മാൻ. ഓക്കെ, മാനിന്റെ ലാസ്റ്റിൽ നമുക്ക് പോകാം. ഓക്കെ, ബാക്കിൽ നിന്ന് പോകാം. മൈ ബ്രദർ ഇൻ ലോ, അതായത് വൈഫിന്റെ ബ്രദർ. മാനിന് വൈഫുണ്ട്, വൈഫിന്റെ ബ്രദർ അല്ലെ, അതാ പറഞ്ഞേക്കുന്നത്, വൈഫിന്റെ ബ്രദർ. ഓക്കെ, നോക്കിയേ, ഫാദർ ഓഫ് ദ ബ്രദർ ഇൻ ലോ, അതായത് ആരാ, ഇവരുടെ അച്ഛൻ. ഓക്കെ അല്ലേ, ഇവിടെ അച്ഛൻ വരെ എത്തി. ഇത് പറഞ്ഞ ഫാദർ. നോക്കിയേ, അതായത് വൈഫിന്റെ ഫാദർ, വൈഫിന്റെ ബ്രദറിന്റെ ഫാദർ എന്ന് പറഞ്ഞാലും വൈഫിന്റെ ഫാദർ തന്നെയല്ലേ. ഓക്കെ, ഫാദർ, അതായത് ആ ഫാദറിന്റെ ഒൺലി ഡോട്ടർ. അപ്പം ഫാദറിന്റെ മോള് നമ്മൾ പറഞ്ഞു, ഒരു വൈഫ്, ഈ ഒരു വൈഫ് മോളാണല്ലോ. ഒൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മോളെ പറ്റിയാ പറഞ്ഞ, ഇതാണ് ആ ഒൺലി ഡോട്ടർ, അതായത് ഇയാളുടെ വൈഫ്. ഒൺലി ഡോട്ടറിന്റെ ഹസ്ബൻഡ് ഓഫ് ദ ഒൺലി ഡോട്ടർ എന്ന് പറയുമ്പം ഈ വൈഫിന്റെ ഹസ്ബൻഡ്, അതായത് ഇയാള്. ക്ലിയർ ആണോ? മാനിനെ പറ്റി ഈ പറഞ്ഞ ഹസ്ബൻഡ് ഓഫ് ദ ഒൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഈ മാൻ. ഇനി അയാളുടെ ഡോട്ടർ ഓഫ് ദ ഹസ്ബൻഡ്, അതായത് ഇയാളുടെ മകള്, അതായത് ഡോട്ടർ. അതായത് ആ ഡോക്ടറാണ് ആ പറയുന്ന ഷീ, അതായത് ഫോട്ടോഗ്രാഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞയാണിത്. അപ്പൊ ആ എക്സ് ആണ് ഇത് അല്ലെ, ഫോട്ടോഗ്രാഫിലുള്ള ആ ആളെന്ന് പറഞ്ഞത് ഈ പറയുന്ന ഹസ്ബൻഡിന്റെ ഡോക്ടറാന്ന് പറഞ്ഞത്. അതായത് ഹസ്ബൻഡ് എന്നാൽ ഈ വൈഫിന്റെ ഹസ്ബൻഡ് ഇയാൾ തന്നെ, ഇയാളുടെ മോളാണെന്ന്. ഇനി ഹൗ ഈസ് ദ പേഴ്സൺ എക്സ് റിലേറ്റഡ് ടു മാൻ? ഈ എക്സ് എന്ത് റിലേഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. എക്സ് ഈ പറയുന്ന ആളുമായിട്ട് എന്താണ് റിലേഷൻ? എക്സ് ആരാണ്? ഡോക്ടറാണ്. ക്ലിയർ ആണോ? അപ്പം ബാക്കിന്ന് ആലോചിച്ച് നോക്കുക. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. നോക്കിയേ, ഈ മൈ എന്ന് പറഞ്ഞാൽ ഈ മാൻ ആണ് അല്ലെ, മാനിന്റെ ബ്രദർ ഇൻ ലോ, അതായത് വൈഫിന്റെ ബ്രദർ അല്ലെ, ആ ബ്രദർ ഇൻ ലോയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വൈഫിന്റെ ബ്രദറിന്റെയും ഫാദർ. ആ ഫാദറിന്റെ ഒൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഈ വൈഫ് അല്ലെ, ആ ഒൺലി ഡോട്ടർ പറഞ്ഞാൽ അയാളുടെ വൈഫാണ്. വൈഫിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഇയാള് തന്നെ. അയാളുടെ മോള്, ദാറ്റ് മീൻസ് ഈ മാനിന്റെ മോളാണ് ആ ഫോട്ടോഗ്രാഫി കാണുന്ന എക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ റിലേഷൻ? എന്താണ്? എക്സ് ആരാന്ന് ചോദിച്ചാല് ഡോക്ടർ. ഇനി തിരിച്ചു ചോദിക്കാം, ഹൗ ഈസ് മാൻ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തിരിച്ചു ചോദിക്കുന്നെങ്കിൽ ഫാദർ, അങ്ങനെ പറഞ്ഞോണം. അത് ആരാണെന്ന് ചോദിക്കുന്നത് ശ്രദ്ധിച്ചോണം. ഹൗ ഈസ് എക്സ്, എക്സിന്റെ റിലേഷൻ ആണ് പറയേണ്ടത്, മാനോടുള്ള എക്സിന്റെ റിലേഷൻ ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഡോക്ടർ. ഇനി മാൻ എന്താണ് എക്സിനോട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ? ഫാദർ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ദ വേർഡ് ടെക്നോളജി ഈസ് റിട്ടൺ ആസ്, ഇതൊരു കോഡ് തന്നേക്കോ, ടെക്നോളജി എന്നുള്ള വേർഡിനെ കോഡ് ചെയ്തേക്കോ. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ജനറേഷനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാം? ഇത് കോഡിങ് ഡീകോഡിങ് എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്നതാണ് അല്ലെ. നോക്കിയേ, ടെക്നോളജി, അതിനെ എങ്ങനെയാ കോഡ് ചെയ്തേക്കുന്നേ? THCONOLYG. അപ്പൊ ആദ്യം നമ്മൾ നോക്കുക, ഇതിനകത്ത് തന്നെ നമ്മുടെ ടെക്നോളജി എന്നുള്ള വേർഡ്സ്, അതിനകത്തെ തന്നെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുവാണോ എന്ന് നമുക്ക് നോക്കാം. അതൊരു രീതി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ABCD A തൊട്ട് Z വരെയുള്ള ലെറ്റേഴ്സ് നിങ്ങളൊന്ന് എഴുതുക. അതേപോലെ ഇതിപ്പോ ലെറ്റേഴ്സ് വെച്ചല്ലേ കോഡ് ചെയ്തേക്കുന്നത്, നമ്പേഴ്സ് വെച്ച് കോഡ് ചെയ്യുന്ന കേസും വരും. അപ്പൊ അതിന്റെ നമ്പേഴ്സും കൂടെ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാ കോഡ് ചെയ്തെന്ന് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ വേർഡ് തന്നെ അതിനകത്ത് തന്നെ കിടപ്പുണ്ടോ എന്ന് നോക്കുക.
നോക്കിയേ, ഉണ്ട്. നമുക്ക് ഏകദേശം കാണാൻ മനസ്സിലായി ഇതിനകത്തുള്ള വേർഡ്സ് എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ എന്തോ ഒരു അറേഞ്ച്മെന്റ് ചെയ്തേക്കാം. നോക്കിയേ, ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ട് എഴുതി, ഇത് ഇങ്ങോട്ട് എഴുതി, ഇത് ഇങ്ങോട്ട് അല്ലെ, രണ്ട് ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയേക്കുവാ ഇത്. നോക്കിയേ, അപ്പൊ നമുക്ക് എങ്ങനെയാ കോഡ് ചെയ്യുന്നേക്കെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ കോഡ് എഴുതാം. ജനറേഷൻ അല്ലെ, എന്റെ എഴുതിയ GENERATION ക്ലിയർ അല്ലേ? ഇത് ഇ ഏത് വരും? EGENARITNO ഓപ്ഷൻ എ വരും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഇൻ എ സർട്ടൺ കോഡിംഗ് ലാംഗ്വേജ് cheater is coded as EJGCVGT, then how preacher will be coded as? Okay, cheater കോഡ് ചെയ്തേക്കുന്നത് EJGCVGT അല്ലെ. ഒന്ന് നോക്കിയേ, ഇവിടാണ് നോക്കി, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇത് നമ്മൾ ABCD ഫുള്ളായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് വേഗം അത് ചെയ്യാൻ പറ്റും. ഓക്കെ, +1 ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ നോക്കി, ഇവിടെ സി വന്നിട്ട് 2 എണ്ണം കഴിഞ്ഞല്ലേ, DE അതായത് +2, H കഴിഞ്ഞിട്ട് HIJ +2, E കഴിഞ്ഞും +2, A കഴിഞ്ഞ് +2, T കഴിഞ്ഞ് +2, ഇവിടെയും +2 അല്ലെ, R +2. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോ CDEHIJEFGABC അല്ലെ, TUV അങ്ങനെ എഴുതിയേക്കുന്നത്. അത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞപ്പോ +2 ആകുമ്പോൾ അത്രയും നമുക്ക് പറഞ്ഞു നോക്കാം. 2-3 എണ്ണം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കുന്നതിലും വേഗം നമുക്ക് ഇങ്ങനെ എണ്ണി എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെയാണ് പ്രീച്ചർ അല്ലെ, ഈ വേർഡ് കോഡ് ചെയ്തേക്കുന്നത്. ഒന്ന് കണ്ടുപിടിച്ചേ, ആൻസർ പറയാവോ? നിങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ കണ്ടുപിടിച്ച് നിങ്ങൾ ഈ ഏതാണോ ഓപ്ഷൻ ആവുമെന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ UGC നെറ്റിന് ഡിസംബറിലേക്ക് നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് UGC നെറ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾക്ക് ഒരു കോളേജിൽ പ്രൊഫസർ ആവാനോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യണമെങ്കിലും ഒക്കെ ഇപ്പൊ UGC നെറ്റ് മസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഡിസംബറിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിന്റെ ലോങ് ബാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ജനറൽ പേപ്പറിന്റെ കോഴ്സ് ഉണ്ട്, അതേപോലെ എക്കണോമിക്സ് ഉണ്ട്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, അതേപോലെ CSIR ഫിസിക്സ്, ഇതിനൊക്കെ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഫുൾ സിലബസിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ ലൈവ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെയൊക്കെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും മോക്ക് ടെസ്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് അല്ലെ. ഇപ്പോഴേ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ് ഈസ് കോഡഡ് ആസ്, ഇതുപോലെ കോഡ് ചെയ്ത്. ഇതും കോഡിംഗ് ഡിക്കോഡിംഗിന്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കോഡിംഗ് ഡിക്കോഡിംഗ് തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്, ഇതിനെ നമ്മൾ ഇങ്ങനെ കോഡ് ചെയ്തേക്കുവാണ്. അതേപോലെ ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, അതിനെ നമ്മൾ ഇങ്ങനെ കോഡ് ചെയ്തു. റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ് ഈസ് കോഡഡ് ആസ് RAHATU. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് ആൻഡ് ഹെവിലി എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ, അപ്പൊ 3 തരത്തിലുള്ളത് പറയുന്നുണ്ട്. ഇതിനകത്തൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ എയും ബിയും കൂടെ നോക്കിയേ. അതിനകത്ത് കോമൺ ആയിട്ടുള്ള എന്തുണ്ടെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്, ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്. അപ്പൊ ഏതാ കോമൺ? ഇറ്റ് ഈസ് എന്നുള്ളത് കോമൺ ആ അല്ലെ. അപ്പൊ നമുക്ക് ഇറ്റ് ഈസിന്റെ കോഡ് ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാം അല്ലെ. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ 2 എണ്ണത്തിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ഈ LAയും SA ആണ്. അപ്പൊ നമുക്ക് പറയാം ഇതിനകത്ത് LASA, അതായത് ഒന്നേൽ ഇറ്റ് എന്ന് പറയുന്നത് LA ആയിരിക്കും, അല്ലെങ്കിൽ SA ആയിരിക്കും, അല്ലെങ്കിൽ ഈസ് എന്ന് പറഞ്ഞതായിരിക്കും LA ആയിരിക്കും, SA ആയിരിക്കും. അത്രയും. ഓക്കെ, അവിടെ മതി, അത് മതി. അതിനുശേഷം നോക്കിയേ, ഈ ബിയും സിയും ഒന്ന് നോക്കിയേ. ബിയും സിയും നോക്കിയാൽ എന്തുണ്ട് കോമൺ? ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. ഏതുണ്ട് കോമൺ? റെയിനിങ് അല്ലെ. റെയിനിങ് കോമൺ. അപ്പൊ ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് ഏതുണ്ട് കോമൺ? RA,
ഇത് കോമൺ അല്ലേ? RA ഇതിനകത്ത് കോമൺ ആണ്. ക്ലിയർ ആണോ? അപ്പൊ റെയിനിങ്ങിന്റെ കോഡ് നമുക്ക് എന്ത് കിട്ടി? RA എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി എയും സിയും കൂടെ നോക്കിയേ. ഇതും എയും സിയും കൂടെ നോക്കിയേ. ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡ്, റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ്. ഏതുണ്ട് കോമൺ? ഔട്ട്സൈഡ് കോമൺ വരുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് ഈ ഔട്ട്സൈഡ്, ഇത് ഔട്ട്സൈഡ്. അപ്പൊ ഇതിനകത്ത് രണ്ടിനകത്തും കൂടെ കോമൺ വരുന്ന ഏതുണ്ട്? നോക്കിയേ, TU അല്ലെ? TU കോമൺ ആണ്. അപ്പൊ ഔട്ട്സൈഡ് എന്ന് പറയുന്നത് TU. നോക്കിയേ, ഇവിടുന്ന് ഈ മൂന്നാമത്തതില് റെയിനിങ് RA കിട്ടി അല്ലെ? റെയിനിങ് RA കിട്ടി, ഔട്ട്സൈഡ് TU കിട്ടി, ദെൻ ബാക്കിയുള്ളത് ഏതാ? ഹെവിലി എന്ന് പറഞ്ഞ HA ആണ് അല്ലെ? അപ്പൊ ഹെവിലി HA. ഇനി ഈ ഫസ്റ്റിനകത്ത് ഇറ്റ് ഈസ് ഡാർക്ക് ഔട്ട്സൈഡിനകത്ത് ഇറ്റ് ഈസ്, അത് ഈ LAS ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കും. ഔട്ട്സൈഡ് അല്ലെ? TU ആണ്. അങ്ങനെയാണെങ്കിൽ ഡാർക്ക് എന്ന് പറഞ്ഞ ഏതായിരിക്കും? KA ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഡാർക്ക് KA. അപ്പൊ ഏതാ ഓപ്ഷൻ? ദാണ്ട് KA H. ക്ലിയർ ആണോ? ആദ്യം നിങ്ങൾ ഡാർക്ക് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ഡാർക്ക് ആണ് എഴുതിയായിരുന്നെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉറപ്പിക്കായിരുന്നു അല്ലെ? KA വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ KA ആൻഡ് H. ആദ്യം നമ്മൾ H എഴുതിയോണ്ട് അതേപോലെ ഉറപ്പിക്കാം. LA ഇതിനകത്തല്ലെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെ നമുക്ക് അതും എടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ടും ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. എപ്പോ നമുക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അത് നിർത്തിക്കോണം. ഓക്കെ, അപ്പൊ ഏതാ വന്നത്? HAയും KAയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? റീസണിങ് ടോപ്പിക്കിനകത്ത് വരുന്നതാണ്. നമ്മൾ ഡയറക്ഷനിലെ ക്വസ്റ്റ്യൻ ചെയ്തു, ബ്ലഡ് റിലേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ് അല്ലെ? അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കിയാൽ ഓരോ ടോപ്പിക്ക് മനസ്സിലാക്കി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെയിലി നിങ്ങൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നമ്മളുടെ കോഴ്സിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.